എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു മോര് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ചേരുവകൾ ഞാൻ ആദ്യം പറയാം. രണ്ട് പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഇടുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക്. പച്ചമുളകാണ് നമ്മൾ എരിവിന് ഉപയോഗിക്കുന്നത്, എന്നാൽ ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 10 അല്ലി ചെറിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, കറിവേപ്പില, 1 കപ്പ് കട്ടിമോര്. നല്ല കട്ടിയുള്ള മോരാണിത്. നല്ലോണം ഇളക്കിയിട്ട് വേണം അത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1/2 കപ്പ് വെള്ളം. അപ്പം നമുക്കിനി കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ചൂടാകുന്നവരെ അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ വെക്കുക. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായ നോക്കാൻ നമ്മൾ കൈ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ മതി. മുകളിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ചെറിയ ചൂട് കയ്യിൽ തട്ടുവാണെങ്കിൽ അതിനർത്ഥം ചൂടായി എന്നാണ്. ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ആഡ് ചെയ്താൽ നല്ലോണം ഒന്ന് കടുക് പൊട്ടണം. പൊട്ടിയാലേ അതിൻ്റെ ആ ഒരു സ്വാദ് വരുള്ളൂ. ഇതിലേക്ക് ജീരകവും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാത്തിൻ്റെ നിറം ഒന്ന് മാറി വരണം. മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകൊന്ന് കീറിയിടുന്നതാണ് നല്ലത് എപ്പോഴും. അങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ചെറിയുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വഴറ്റിയെടുക്കാൻ ഏകദേശം 1 മിനിറ്റ് മതിയാവും. ഇതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാൻ പോകുന്നത്. അപ്പോൾ തുടക്കക്കാരാണെങ്കിൽ അത് കരിഞ്ഞു പോകാതിരിക്കാൻ ഒരു എളുപ്പ മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കരിയില്ല. അല്ല, അത്യാവശ്യം നല്ലോണം കൈകാര്യം ചെയ്യാത്ത ശീലമുള്ളവരാണെങ്കിൽ വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഡയറക്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ കരിയാൻ അനുവദിക്കരുത്. അതിനകത്തേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം നല്ലോണം ഒന്ന് തിളയ്ക്കണം. വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് അവരവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഇടേണ്ടത്. എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും ഇത്. പക്ഷേ എപ്പോഴും ഇടുമ്പം കുറേശ്ശെ ഇടാൻ ശ്രദ്ധിക്കുക. ഇത് തിളച്ച് കഴിയുമ്പം നമ്മൾ ഇതിനകത്തേക്ക് കട്ടിത്തൈര് ആഡ് ചെയ്യുകയാണ്. കട്ടിത്തൈര് നല്ലോണം ഇളക്കി ഉടച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. പിന്നെ തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിളയ്ക്കാൻ സമ്മതിക്കരുത്. ചെറുതായി ചൂടായിട്ട് മാത്രം ഇരിക്കുമ്പോൾ തന്നെ നമ്മളിത് വാങ്ങി വെക്കണം. ഇല്ലെങ്കിൽ പിരിഞ്ഞു പോവും, തൈര് പിരിഞ്ഞു പോവും. പിന്നെ തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അത് ചൂടാവുന്നവരെ നമ്മൾ ഇളക്കണം. ഇളക്കുന്നത് എപ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കാം. ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് പിരിയും. നമുക്കിത് ചൂടാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. വേണമെങ്കിൽ ഉപ്പുണ്ടോയെന്ന് ഒന്ന് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചൂടാവുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക.
ഏകദേശം ചൂടായി വരുന്നുണ്ട്. ചൂടാവുന്നത് നമ്മൾ ഇടയ്ക്കൊന്ന് കയ്യിലെടുത്ത് നോക്കിയാൽ മതി. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ, തിളയ്ക്കാൻ അനുവദിക്കേണ്ട. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വാങ്ങി വയ്ക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ല സെർവ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇച്ചിരി കൂടി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഇച്ചിരി കൂടി ഇട്ടിട്ടുണ്ട്. ഇത് തൈരിൻ്റെ പുളി അനുസരിച്ചിരിക്കും. ചില സമയത്ത് ചിലപ്പോൾ ഇച്ചിരി കൂടി ഉപ്പൊക്കെ വേണ്ടി വരും. നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ. ഇതിപ്പോൾ അധികം പുളിയുള്ള തൈരല്ല ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മോരുകറിയാണിത്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ഇടാം. ഇനി അടുത്ത് തന്നെ നമുക്ക് പുതുതായിട്ടൊരു വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും നമസ്കാരം.